അബ്ദൊന്ന് റൂമിൽ കിടക്കുന്നോ? ആ അല്ല, ആരെങ്കിലും കിട്ടിയ സുഖാണ്. എന്താ അത് അധികം അല്ലെങ്കിൽ ചവറും ഉണ്ടാവരുത്. ഞാൻ ചില സമയത്ത് ആലോചിക്കാണ്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് അത് മാത്രല്ല, പണ്ടൊക്കെ ഇന്ന് ടെക്നോളജിയിൽ എല്ലാരും അടുത്താണ്, പക്ഷെ ബന്ധങ്ങളിൽ എല്ലാരും വിട്ടിട്ടുമാണ്. ആരെന്തെങ്കിലും ഇപ്പൊ ഞാൻ ആരെങ്കിലും വിളിക്കുമ്പോ ഹലോ തിരക്കാണോ വാസി ചോദിക്കല്. മുമ്പൊന്നും നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഇല്ലായിരുന്നല്ലോ. മുമ്പ് ബിസിയാണ്. ഇവിടെ എസ്പെഷ്യലി അത് ചോദിച്ചിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ജോലി രാത്രിയൊക്കെ ഉണ്ടാവും. അതെ അതെ. പക്ഷെ എനിക്ക് ഇവിടെ വ്യത്യാസം എന്നാണ് തോന്നിയത്. പിന്നെ ജവഹറിനോട് എളുപ്പം ചോദിച്ചാൽ അറിയാം. ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതായത് ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ വർക്കിന് പോകണല്ലോ എന്നുള്ളൊരു, ഇവിടെ അതില്ല. ഭയങ്കര ഞാനിപ്പോഴും ഒരു ടൂറിസ്റ്റ് മൂഡാ. അതായത് പക്ഷെ എന്നാലും നീ പറയും പോലെ ഞാനിപ്പോഴും ടൂറിസ്റ്റ് മോഡിലാണ് ഇവിടെ അങ്ങോട്ട് പോയപ്പോ. ഞാൻ അവസാനം സമ്പാദ്യം ഉണ്ടാവുമെന്ന് നോക്കണ്ട, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ജവഹറിനോട് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് എപ്പോഴും ട്രസ്റ്റ് ഉള്ളൊരു സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട്. അത് ഇവിടെ നാട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് നമ്മൾ ഈ പൈസ ബാങ്കിൽ ഒരിക്കലും വെക്കരുത് എന്നാണ് ഞാൻ പറയല്. അത് ഈ മ്യൂച്വൽ ഫണ്ടിൽ SIP രൂപത്തിൽ ഇടണം. അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഇടാം. ഞാൻ വൈഫിനോട് ആദ്യം പറഞ്ഞപ്പോൾ 2000 ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാ മാസവും എനിക്ക് അങ്ങനെ പോളിസി ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് അത് അവിടെ നിർബന്ധം. എവിടെ? യുഎസിൽ നമ്മളിപ്പോ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കമ്പനിയിൽ നിന്ന് തന്നെ അവർ തരും മ്യൂച്വൽ ഫണ്ടോ. മ്യൂച്വൽ ഫണ്ട് അതെന്ന് വെച്ചാൽ എല്ലാ മാസവും നേരെ സാലറിന്ന് പോകും. വയസ്സാകുമ്പോഴാണോ കിട്ടുന്നത്? അല്ല, പെൻഷൻ അതല്ല, പെൻഷൻ ഫണ്ട് അല്ല. നമുക്ക് പിന്നെ എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ അപ്പൊ വിഡ്രോ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ കുറെ ആൾക്കാരോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പ്രോപ്പർ ആൻസർ കിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് ഒരു വെൽത്ത് സിംപ്ലി എന്ന് പറഞ്ഞൊരു ആപ്പ് കണ്ടത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഹലാൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഞാൻ അതിലിപ്പോൾ $100 ഇട്ട് എല്ലാ മാസം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം എന്താണെന്ന് അറിയാം, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് മാനേജേഴ്സ് എന്ത് ചെയ്യും, വേറെ ഷെയർസിൽ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പും ഡൗണും എല്ലാം ഇതാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. എന്തായാലും കൂടുതലല്ലാതെ കുറയില്ല. അപ്പോൾ ജവഹറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്തപ്പോഴും നല്ലതാണ്.
ബൊഫേ സമയം വെച്ചായിരുന്നു. ശരി, വണ്ടി എടുക്കാം. ഒരു നമ്പർ വാങ്ങിയോ? ഇല്ല. എന്തിലാ? പ്ലേറ്റിൽ ഒരു സ്പേസും ഇല്ല. ഇവന്റെ പ്ലേറ്റിലാ? അത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനല്ല, എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും കാര്യത്തിന് അവരെ ഫീൽഡോ കാര്യങ്ങളോ ആണോ, എന്നാലും കാര്യം ഉണ്ടാവും. ഒന്നെങ്കിൽ അവർക്ക് നിന്നെ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാന് നമ്മളന്ന് പോയപ്പോ ഒരാണും പെണ്ണുള്ള ഒരാളെ കണ്ടല്ലോ നമ്മള്. അപ്പൊ അയാള് ഭയങ്കര